പോസ്റ്റൽ ഇൻഫോ പ്ലസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിക്സ് ആൻഡ് മോറൽ സ്റ്റഡി എന്ന് പറയുന്നൊരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണാവുന്നൊരു ടേമാണ് ഈ എത്തിക്സ് ആൻഡ് മോറൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മളുടെ പെരുമാറ്റം ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം, എന്താണ് ശരി എന്താണ് തെറ്റ് അക്കോർഡിംഗ് ടു ദ സൊസൈറ്റി ആൻഡ് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ. അപ്പം അങ്ങനെയുള്ളൊരു സെക്ഷനാണ് ഈ എത്തിക്സ് ആൻഡ് മോറൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഈ എത്തിക്സ് ആൻഡ് മോറൽ സ്റ്റഡി എന്ന് പറയുന്ന പോർഷൻ നമ്മളൊന്നും പഠിക്കാതെ, ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയാലും നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, അച്ചടക്കം, ഓണസ്റ്റി, അങ്ങനെ. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ എത്തിക്സ് ആൻഡ് മോറൽ സ്റ്റഡി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിത് ഇതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൾറെഡി വായിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് തെറ്റുകളില്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുകയും പിന്നെ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ എടുക്കുന്ന സമയം കുറച്ചെടുക്കാൻ നമുക്ക് സഹായിക്കും. പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ വേർഡ് എത്തിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഗ്രീക്ക് വേർഡ്? ഏത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എത്തിക്സ് എന്ന പദം ഡിറൈവ് ചെയ്തേക്കുന്നത്? എത്തോസ് എന്നാണ് എൻ്റെ ഉത്തരം. എത്തോസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ ഈ ക്യാരക്ടർ, പിന്നെ കസ്റ്റം, ആചാരം എന്നൊക്കെയാണ്. മൊറാലിറ്റി ഈസ് ദ സയൻസ് ഓഫ്, മൊറാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സയൻസാണ്. ബോത്ത് വിർച്യൂസ് ആൻഡ് വൈസസ് എന്നാണ്, അതായത് നന്മകളുടെയും ഗുണങ്ങളുടെയും ദോഷങ്ങളുടെയും സയൻസാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്തിക്സ് എന്ന് പറഞ്ഞു, മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞു പോവാം. ഈ മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പേഴ്സൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഓരോ വീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പേഴ്സൻ്റെ കാഴ്ചപ്പാടാണ് മൊറാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് റൂൾസാണ്. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഇങ്ങനെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന റൂൾസാണ്. അത് ഒരു പേഴ്സൺ ഫോളോ ചെയ്യേണ്ടി വരും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വക്കീൽ, ഒരു ലോയർ, അവിടെ പേഴ്സണലായിട്ടുള്ളൊരു മോറൽ റൂൾ എന്ന് പറയുന്നത് കള്ളം പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. പക്ഷേ അയാൾ ആസ് എ ലോയർ, അയാൾ കോടതിയിൽ കള്ളം പറയേണ്ടി വരും. അയാളുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട്, ക്ലയൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയേണ്ടി വരും. അതാണ് എത്തിക്കൽ റൂള്. മോറൽ റൂൾ എന്ന് പറയുന്നത് വേറെ, അയാളുടെ പേഴ്സണലായിട്ടുള്ള കാഴ്ചപ്പാട്. പക്ഷേ എത്തിക്കൽ റൂള് അയാൾ കള്ളം പറഞ്ഞേ പറ്റും അയാളുടെ ക്ലയൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പോവുകയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗുഡ് ഡാഷ് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ കരിയർ. അപ്പിയറൻസ് ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്നാണ് എൻ്റെ ഉത്തരം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ കരിയർ. സ്ട്രോങ് ഡാഷ് മീൻസ് യു ഹാവ് എ ഹൈ സെൻസ് ഓഫ് മോറൽ ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ദാറ്റ് ഏൺസ് റെസ്പെക്റ്റ് ഓഫ് അതേഴ്സ്. കോപ്പറേഷനുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡുണ്ട്, ക്യാരക്ടറുണ്ട്. ക്യാരക്ടർ എന്നാണ് ഉത്തരം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഈ നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുള്ള ഗുണം. ഇപ്പോൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും, ഇതുപോലുള്ള ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് തിരിഞ്ഞു പോകും. എല്ലാം ഒരേപോലെ, എല്ലാം കറക്റ്റാണെന്ന് തോന്നും. അപ്പോൾ അവിടെയാണ് ഈ റീഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ്റെ ഗുണം വരുന്നത്. ഡാഷ് ഈസ് എസെൻഷ്യൽ അറ്റ് വർക്ക് ബിക്കോസ് യു മസ്റ്റ് ബി ഏബിൾ ടു വർക്ക് വിത്ത് അതേഴ്സ് എസ്പെഷ്യലി ഇഫ് യു ഡോണ്ട് ആൾവേസ് എഗ്രി വിത്ത് ദം. അതായത് താഴെ പറയുന്നതിൽ എന്ത് ഉണ്ടെങ്കിലാണ് ഒരു ടീം വർക്കായിട്ട്, ഒരു ടീമായിട്ട് ഒരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ചുറ്റുമുള്ളവർ ചിലപ്പം എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ നിങ്ങളെ ആയിട്ട് ചേർന്ന് പോകുന്നവരായിരിക്കത്തില്ല. അപ്പോൾ താഴെയുള്ള ഏത് ഗുണം ഉണ്ടെങ്കിലാണ് അത് അഡ്ജസ്റ്റായി പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കോപ്പറേഷൻ ഉണ്ട്, ഹോണസ്റ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട്. കോപ്പറേഷൻ. യു ആർ എ പേഴ്സൺ വിത്ത് എ ഹൈ ലെവൽ ഓഫ് ഡാഷ് ഇഫ് യു സ്റ്റാൻഡ് ബൈ യുവർ വാല്യൂസ് ഈവൻ ഇഫ് അതേഴ്സ് പുട്ട് പ്രഷർ ഓൺ യു ടു ഡു സംതിങ് ദാറ്റ് ഈസ് റോങ് ഓർ ഇഫ് ദേ മേക്ക് ഫൺ ഓഫ് യു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇൻറ്റഗ്രിറ്റി എന്നാണ്. അപ്പം നമ്മൾ തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാളാണ് താങ്കളെങ്കിൽ നിങ്ങളുടെ മേളിൽ
നിങ്ങളെ മേളിൽ നിന്ന് പ്രഷർ ഉണ്ടായാലും മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കിയാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു 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 എന്തോ റൈറ്റ് സെൻസിൽ ഉറച്ചു നിൽക്കും. ഒരു സ്വഭാവ ദാർഢ്യം, അതൊക്കെയാണ് ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് ഡാഷ് യു ക്യാൻ റിയലി ഗെറ്റ് ഇൻ ട്രബിൾ ഫോർ ലൈങ്, ചീറ്റിംഗ് ഓർ ഡിസീവിങ് അതേഴ്സ്. താഴെ പറയുന്നതിൽ എന്ത് ഇല്ലെങ്കിലാണ് നിങ്ങൾ ഈ കള്ളം പറഞ്ഞ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചീറ്റ് ചെയ്തുള്ള പ്രശ്നങ്ങളൊക്കെ ചെന്ന് പെടുന്നത്? കമ്മ്യൂണിക്കേഷനുണ്ട്, കോപ്പറേഷനുണ്ട്, ഓണസ്റ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ഓണസ്റ്റി എന്നാണ് ഉത്തരം. ഇറ്റ് ഈസ് ആൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു യുവർ സെൽഫ്, അതേഴ്സ് ആൻഡ് ദ പ്ലേസ് വെയർ യു വർക്ക്. അപ്പിയറൻസ്, കോപ്പറേറ്റ്, കമ്മ്യൂണിക്കേറ്റ്, റെസ്പെക്റ്റ് കൊടുക്കണം നമ്മൾ. ഇഫ് യു ഹാവ് ഡാഷ് യു വിൽ ബി എ ട്രസ്റ്റഡ് പേഴ്സൺ because they will see that you are committed to your company. Loyalty, organization skills, productivity, respect, loyalty. അപ്പോൾ ആത്മാർത്ഥത, വിശ്വസ്തത എന്നൊക്കെ ഉള്ളതാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 2-3 വട്ടം വായിക്കുമ്പോഴത്തേക്കും എക്സാം ഹാളിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും പടപെട്ടാന്ന് ആ ലോയൽറ്റി എന്നങ്ങ് എഴുതാം. അല്ല നമ്മളിങ്ങനെ ചിന്തിക്കും, ഇനി ഓർഗനൈസേഷൻ സ്കിൽസ് ആണോ, പ്രൊഡക്ടിവിറ്റി ആണോ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓരോ പുതിയ പുതിയ പദങ്ങൾ വരുമ്പോഴും അതിൻ്റെ ചോദ്യമായിട്ട് തിരിച്ച് ചിന്തിച്ച് എന്താണ് ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി വെച്ചേക്കുക. സം ജോബ്സ് കനോട്ട് ബി ഡൺ എലോൺ ആൻഡ് സം ക്യാൻ ബി ഡൺ മച്ച് ബെറ്റർ ആൻഡ് ഫാസ്റ്റർ ഇഫ് യു പോസസ് ദ ക്വാളിറ്റി ഓഫ്. ചില ജോലികൾ തനിയെ ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് ഫാസ്റ്ററായിട്ടും ചെയ്യാം. എന്ത് ഗുണമുണ്ടെങ്കിൽ? റെസ്പോൺസിബിലിറ്റി, റെസ്പെക്റ്റ്, ടീം വർക്ക്, കോപ്പറേഷൻ. ടീം വർക്കാണ്. ഹാവിങ് ഡാഷ് മീൻസ് യു ക്യാൻ ബി ട്രസ്റ്റഡ് ടു ഡു വാട്ട് യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു അറ്റ് വർക്ക്. റെസ്പോൺസിബിലിറ്റി എന്നാണ് എൻ്റെ ഉത്തരം വരുന്നത്. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പേഴ്സണാണ് താങ്കളെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാം, ആ ഒരു ജോലി നിങ്ങൾ ചെയ്യും. വിച്ച് ഓഫ് ദീസ് ഈസ് എ ഫാക്ടർ ദാറ്റ് അഫക്ട്സ് എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ബിഹേവിയർ. താഴെ പറയുന്നതിൽ എന്താണ് എത്തിക്കലായിട്ടുള്ളതും എന്നാൽ അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ അഫക്റ്റ് ചെയ്യുന്നത്? എത്തിക്കൽ ഡൈനാമ എന്നാണ് ഉത്തരം. അപ്പോൾ പുതിയൊരു പദം വന്ന് നമ്മൾ എന്താണ് എത്തിക്കൽ ഡൈനാമ എന്ന് പഠിക്കണം. എത്തിക്കൽ ഡൈനാമ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിറ്റുവേഷനാണ്. ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. അയാളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ നിന്ന് അയാളെടുക്കേണ്ട തീരുമാനം എളുപ്പമായിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കൽ പ്രക്രിയ എളുപ്പമായിരിക്കത്തില്ല. അതിനെയാണ് എത്തിക്കൽ ഡൈനാമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 സുഹൃത്തുക്കൾ പരീക്ഷ എഴുതുവാണ്. അപ്പോൾ ആദ്യത്തെ സുഹൃത്ത് കണ്ട് രണ്ടാമത്തെ സുഹൃത്ത് കോപ്പി അടിക്കുന്നത്. അപ്പോൾ അയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ടീച്ചറുടെ അടുത്ത് പറയാം ഇതാ കോപ്പി അടിക്കുന്നുണ്ടെന്ന്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂട്ടുകാരനെ വഞ്ചിക്കുന്ന പോലെ ആവും. അപ്പോൾ അത് പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മിണ്ടായിരിക്കുക. മിണ്ടായിരുന്നു കഴിഞ്ഞാൽ കൂട്ടുകാരൻ രക്ഷപ്പെടും. പക്ഷേ ആ കോപ്പി അടി എന്ന് പറയുന്ന പരിപാടി സ്കൂളിൻ്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ റൂൾസിന് എഗെയിൻസ്റ്റായി നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഈ എത്തിക്കൽ ഡൈനമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്തിക്സ് എന്ന പദത്തിൻ്റെ ഡെഫിനിഷനാണ്. ദ ടേം എത്തിക്സ് റെഫേഴ്സ് ടു പ്രിൻസിപ്പിൾസ്, വാല്യൂസ് ആൻഡ് ബിലീവ്സ് ദാറ്റ് ഡിഫൈൻ റൈറ്റ് ആൻഡ് റോങ് ബിഹേവിയർ. എത്തിക്സ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസാണ്, ഈ വാല്യൂസാണ്, വിശ്വാസങ്ങളാണ്. അത് ഡിഫൈൻ ചെയ്യും എന്താണ് ശരിയായിട്ടുള്ള ബിഹേവിയർ, എന്താണ് തെറ്റായിട്ടുള്ള ബിഹേവിയർ. അപ്പോൾ അത് എത്തിക്സിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് ഓർത്ത് വെച്ചിരിക്കുക ഒരു ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ബിലീവ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വി ഹാവ് ദാറ്റ് ക്യാൻ ആക്ച്വലി കോൺഫ്ലിക്റ്റ് വിത്ത് അവർ എത്തിക്കൽ ഡിസിഷൻസ്. വാല്യൂസ് എന്നാണ് ഉത്തരം. അപ്പോൾ വാല്യൂസ് എന്ന് പറഞ്ഞൊരു ടേം വന്നു. വാല്യൂസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ശരിയാണെന്ന് വിചാരിക്കുന്ന മൂല്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് തന്നെ കോപ്പി അടിക്കുന്ന പരിപാടി തന്നെ ആയിക്കോട്ടെ. 2 സുഹൃത്തുക്കൾ. അപ്പോൾ ആദ്യത്തെ സുഹൃത്ത് അയാളുടെ വാല്യൂ എന്ന് പറയുന്നത് ആ സുഹൃത്തിനെ ചതിക്കാതിരിക്കുക എന്നുള്ളതാണ് അയാളുടെ വാല്യൂ. പക്ഷേ എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോപ്പി അടിക്കുന്ന തെറ്റാണ്, എപ്പോഴും നമ്മൾ സത്യസന്ധരായിരിക്കണം എന്നാണ് എത്തിക്സ് പറയുന്നത്. അപ്പോൾ അതാണ് വാല്യൂസും എത്തിക്സും വരുന്നത്. അതാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത റിലയബിലിറ്റിയുടെ ഒരു എക്സ്പ്ലനേഷനാണ്. എന്താണ് ഒരു റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈസ് ദ ഡിഗ്രി ടു വിച്ച് അതേഴ്സ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ അസ് ലൈക്ക് റെപ്യൂട്ടേഷൻ. ഇറ്റ് ക്യാൻ ടേക്ക് എ ലൈഫ് ടൈം ടു ബിൽഡ് ആൻഡ് ഓൺലി സെക്കൻഡ്സ് ടു ഡിസ്ട്രോയ്. അപ്പോൾ വിശ്വാസ്യതയാണ് റിലയബിലിറ്റി. മറ്റുള്ളവർക്ക് വിശ്വസിക്കാം, അയാളെ ഡിപ്പെൻഡ് ചെയ്യാം.
പിന്നെ ഈ റെപ്യൂട്ടേഷനെ പോലെ അത് പ്രശസ്തി കണക്ക് ഈ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പാടാണ്, എന്നാൽ നഷ്ടപ്പെടാൻ വളരെ വളരെ എളുപ്പവുമാണ്. ആൾ അൺഎത്തിക്കൽ പ്രാക്ടീസസ് ആർ ഇല്ലീഗൽ. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ആൻസർ ഫാൾസ് എന്നാണ്. എല്ലാ അൺഎത്തിക്കലായുള്ള പ്രാക്ടീസസുകളും നിയമവിരുദ്ധമല്ല. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗോസിപ്പ്, ഒരാളെക്കുറിച്ചൊരു ഗോസിപ്പ് പരത്തുന്നു, ഇതൊന്നും ഇല്ലീഗലല്ല. എത്തിക്സ് ഈസ് പോപ്പുലിസം. ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്. അതായത് ഭൂരിഭാഗം പേര് പറയുന്ന ഒരു ഒപ്പീനിയൻ അല്ല എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ പേര് പറയുവാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ അത് എത്തിക്സ് ആവില്ല, എത്തിക്സ് റൂൾ ആവില്ല എന്നുള്ളൊരു കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നാട്ടിലെ കുറേ ആൾക്കാർ, ഭൂരിഭാഗം ജനങ്ങളും ഒരാളെ അങ്ങ് തല്ലാം എന്ന് തീരുമാനിക്കുകയാണ്, തല്ലുന്നത് നല്ലതാണെന്ന് പറയുകയാണ്. അങ്ങനെ ഒരുപാട് പേരങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് അത് എത്തിക്കലാവുന്നില്ല, അത് തീർച്ചയായിട്ടും അൺഎത്തിക്കലാണ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുവാണ്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകാനുണ്ട്. ഇതൊരു ബേസിക് ക്ലാസ്, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്, എന്താണ് എത്തിക്സ് ആൻഡ് മോറൽ സ്റ്റഡി എന്നതിനെ കുറിച്ചുള്ള. ഓക്കെ, അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.